സ്ഥിതി മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ യാത്ര ആരംഭിക്കാം. 53-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതിങ്ങനെയാണ്: ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അന്ന് നമുക്ക് സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരും. പലപ്പോഴും ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിൽ എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ആ ചോദ്യത്തിന് നടുവിൽ പലപ്പോഴും ഉത്തരം കിട്ടാതെ നാം ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഏത് സാഹചര്യവും നമുക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് അത് സാധ്യമാണ്. നമ്മുടെ ആ വേദനപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്ന ഇങ്ങനെയാണ്: ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും, സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും, യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. അടുത്ത പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്: ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നവനാണ് എന്ന വസ്തുതയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ചരിത്രപരമായി ഇസ്രായേൽ വളരെ അധപ്പതിച്ച സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകനിലൂടെ അവരോട് അരുളി ചെയ്യുകയാണ്: യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ആ സ്ഥിതി മാറ്റുന്ന ദൈവത്തോട് നമുക്കിന്ന് രാവിലെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലായിരിക്കുന്ന ഈ ജനം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങ് അവരുടെ സ്ഥിതി മാറ്റി സന്തോഷത്തോടെ, ആനന്ദത്തോടെ മുൻപോട്ട് പോകുവാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you. Have a nice day. Thank you.